നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. ആദ്യമേ തന്നെ എൻ്റെ സർവസങ്കല്പങ്ങളും ഭാരതീയ ആചാര്യ പരമ്പരയുടെ പാദപങ്കജങ്ങളിലും വാഗ്ദേവതയും ശക്തിസ്വരൂപിണിയുമായ അമ്മയുടെ പാദപത്മങ്ങളിലും എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളിലും എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിലും ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിലും ഗീതയെയും മഹാഭാരതത്തെയും നമുക്ക് പകർന്നു തന്ന ഭഗവാൻ വേദവ്യാസന്റെ പാദപത്മങ്ങളിലും പൂജാപുഷ്പങ്ങളൊന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവീ സമ്പത്തിൻ്റെ വിശേഷങ്ങൾ ഒന്നൊന്നായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അഭയം, സത്വസംശുദ്ധി, ജ്ഞാനയോഗ വ്യവസ്ഥിതി, ദാനം, ദമശ്ച, സ്വാധ്യായ, തപ ആർജവം. അതിൽ നമ്മൾ ഇപ്പോൾ ഈ അവസരത്തിൽ തപസ് എന്നുള്ളതായ ദൈവീ സമ്പത്തിനെയാണ് അർജുനന്റെ കഥയിലൂടെ നേരിട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. വനവാസത്തിൽ വളരെയേറെ ക്ലേശത്തോടുകൂടി കഴിഞ്ഞുകൂടുകയായിരുന്ന പാണ്ഡവന്മാർക്ക് ജീവിത വിജയം കൈവരിക്കുവാനുള്ള മാർഗം ഉപദേശിക്കാൻ വ്യാസഭഗവാൻ വന്നുചേരുന്നതും അർജുനനോട് തപസ് ചെയ്യാൻ നിർദ്ദേശം കൊടുക്കണം എന്ന് വ്യാസഭഗവാൻ തന്നെ യുധിഷ്ഠിരനോട് ആവശ്യപ്പെടുന്നതും അതിന് അർജുനന് കരുത്തേകാനും യുധിഷ്ഠിരന് കരുത്തേകാനും വേണ്ടിയിട്ട് വ്യാസഭഗവാൻ മന്ത്രം ഉപദേശിക്കുന്നതും ആ മന്ത്രം ഉൾക്കൊണ്ടുകൊണ്ട് അത് ഹൃദയത്തിൽ ഉറപ്പിച്ചുകൊണ്ട് അത് അക്ഷരലക്ഷം ശ്രദ്ധയോടുകൂടിയിട്ട് ഉച്ചരിച്ച് സിദ്ധി വരുത്തണം എന്നുമെല്ലാം വ്യാസൻ പറഞ്ഞു. പ്രതിസ്മൃതി എന്നാണ് ആ മന്ത്രത്തിന്റെ നാമധേയം. പ്രതിസ്മൃതി എന്നുള്ളതായ മന്ത്രം യുധിഷ്ഠിരൻ സിദ്ധി വരുത്തി. അത് കഴിഞ്ഞ് അർജുനൻ അത് കൊടുത്തു. അർജുനൻ ആ മന്ത്രത്തിന്റെ ബലത്തിലാണ് ഇതാ കൈലാസ ശിഖരത്തിലെത്തി ഭഗവാനെ തപസ് ചെയ്യുന്നത്. അതിനിടയ്ക്ക് ഒരു പന്നി അർജുനനെ ആക്രമിച്ച് കൊല്ലാനായിട്ട് പാഞ്ഞെടുക്കുന്നു. അത് യഥാർത്ഥത്തിലുള്ള കാട്ടുപന്നിയല്ല. മൂകനെന്നുപേരായ അസുരൻ അർജുനനെ ഹിംസിക്കാൻ വേണ്ടിയിട്ട് വരുന്നതായിരുന്നു വേഷം മാറിയിട്ട്. ഈ സന്ദർഭത്തിൽ ഭഗവാനും അവിടെ എത്തി കിരാതന്റെ രൂപത്തിൽ. പാർവതീദേവിയോടൊപ്പം, പാർവതീദേവിയുടെ തോഴിമാരോടൊപ്പം, ഭൂതഗണങ്ങളോടൊപ്പം എല്ലാവരും കാട്ടാളന്മാരുടെ വേഷത്തിൽ. അപ്പോൾ വലിയൊരു കാട്ടാളനും കാട്ടാള സംഘവും വരുന്നു എന്നേ ആർക്കും തോന്നുകയുള്ളൂ. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് അവിടെ മഹാദേവൻ അർജുനന്റെ മുന്നിൽ എത്തിച്ചേർന്നു. രണ്ടുപേരും ആ പന്നിയുടെ നേരെ അമ്പെയ്തു. അതിന്റെ പേരിൽ രണ്ടുപേരും തമ്മിൽ വഴക്കായി. ആ വഴക്കായി യുദ്ധമായി മാറി. ആ യുദ്ധം ഈ ലോകത്തിൽ ഏതൊരു യുദ്ധത്തെയും അതിശയിക്കുന്ന പ്രകാരത്തിലായിരുന്നു.
ഭഗവാന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഭഗവാനാണ് മുന്നിൽ നിൽക്കുന്നതെന്നറിയാതെ ഭഗവാനോട് യുദ്ധം ചെയ്യുന്ന അർജുനന്റെ അമർഷം നിറഞ്ഞതായ, ക്രോധം നിറഞ്ഞതായ വാക്കുകൾ കേട്ടിട്ട് ഭഗവാൻ അർജുനനോട് പറഞ്ഞു, നീ എന്നോട് യുദ്ധം ചെയ്തുകൊള്ള സ്ഥിരോ ഭവസ്വ മോക്ഷ്യാമി സായകാൻ അശനീനിവ. നീ എന്റെ മുന്നിൽ നിവർന്നു നിൽക്കുക, നിന്നിട്ട് എന്നോട് യുദ്ധം ചെയ്യാൻ തയ്യാറെടുക്കുക. നിന്റെ നേരെ ഞാൻ അമ്പെയ്യുന്നുണ്ട്. ഇടുത്തി പോലെ ഏറ്റവും ഭീകരങ്ങളായിരിക്കുന്ന അമ്പുകളെ ഞാൻ നിന്റെ പുറത്ത് മഴ പോലെ ചൊരിയുന്നുണ്ട്. നീയാകട്ടെ എന്റെ നേരെയും യുദ്ധം ചെയ്തുകൊള്ളൂ. നീയും നിന്റെ കയ്യിലിരിക്കുന്നതായ വില്ല് കുലച്ചിട്ട് എന്റെ നേരെ അമ്പുകൾ വർഷിച്ചുകൊള്ളൂ. അങ്ങനെ ഭഗവാൻ അർജുനന്റെ വെല്ലുവിളി സ്വീകരിച്ചിട്ട് അർജുനനോട് ഇങ്ങനെ മറുപടി പറഞ്ഞു കഴിഞ്ഞ് യുദ്ധത്തിന് തയ്യാറെടുത്ത് നിൽക്കുമ്പോൾ അർജുനൻ അതിന് മറുപടിയായിട്ട് തന്റെ വില്ലുകൊണ്ട് അദ്ദേഹത്തെ, ആ കിരാതനെ പ്രതിരോധിക്കാൻ അമ്പുകൾ ചുരിഞ്ഞു. രോഷമഹാരയാമാസ. അർജുനന് വളരെയേറെ ക്രോധമുണ്ടായി ഈ കാട്ടാളന്റെ ധിക്കാരം നിറഞ്ഞ വാക്കുകളോട്. അത് കേട്ടിട്ട് എന്നിട്ട് താടയാമാസജേഷുഭി, ഇഷുക്കൾ കൊണ്ട്, അമ്പുകൾ കൊണ്ട് ആ കാട്ടാളനെ ശക്തമായിട്ട് പ്രഹരിക്കുകയും ചെയ്തു. അമ്പുകൾ ചൊരിഞ്ഞു അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക്. കാട്ടാളൻ അത് കണ്ടിട്ട് ഒട്ടും ഭയമുണ്ടായില്ല, ബുദ്ധിമുട്ടും തോന്നിയില്ല. തതോ ഹൃഷ്ടേന മനസ്സ പ്രതിജഗ്രാഹസായകൻ. വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് കാട്ടാളൻ യുദ്ധം ചെയ്യുന്നത്. യാതൊരു പരിഭ്രമവും ഇല്ല. സാധാരണ ഒരു കാട്ടാളനായിരുന്നുവെങ്കിൽ അർജുനനോട് ഈ പ്രകാരത്തിൽ കയർത്ത് സംസാരിക്കുകയോ അർജുനനോട് യുദ്ധം ചെയ്യാൻ പുറപ്പെടുകയോ ഇല്ല. ഇത് സന്തോഷത്തോടു കൂടിയിട്ടാണ് അർജുനന്റെ ആ അമ്പുകളെ അദ്ദേഹം വരവേൽക്കുന്നത്. പ്രതിജഗ്രാഹസായകാൻ. ആ അമ്പുകളെല്ലാം അദ്ദേഹം പിടിച്ചെടുത്തു. അവയെല്ലാം അദ്ദേഹത്തിൽ ലയിക്കുന്നു. ആ അമ്പുകളേറ്റിട്ട് അദ്ദേഹത്തിന് മുറിവുണ്ടാകുന്നില്ല, അദ്ദേഹത്തിന് ക്ലേശമൊന്നും തന്നെ ഉണ്ടാകുന്നില്ല. എന്നിട്ട് വീണ്ടും അദ്ദേഹം പറയുന്നു, വീണ്ടും അമ്പെയ്തുകൊള്ളൂ. ഭൂയോ ഭൂയോ ഇതിപ്രാഹ. അല്പവും വൈകിക്കേണ്ട, വീണ്ടും എഴുതുകൊള്ളൂ എന്ന് അദ്ദേഹം അർജുനന് പ്രോത്സാഹനം നൽകിക്കൊണ്ട് തന്നെ പറയുന്നു. എന്നിട്ട് അർജുനനെ അദ്ദേഹം ആക്ഷേപിക്കുകയും ചെയ്തു, മന്ദൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മർമ്മങ്ങളെ ഭേദിക്കുന്നതായ അമ്പുകൾ അർജുനൻ വീണ്ടും പ്രയോഗിച്ചു. അമ്പുകൾ കൊണ്ടുള്ളൊരു മഴയായിരുന്നു. കാട്ടാളനും വിട്ടില്ല. അതേ പ്രകാരത്തിൽ അമ്പുകൾ അർജുനന്റെ പുറത്തും ചൊരിഞ്ഞു. മുഹൂർത്തം ശരവർഷം തത് പ്രതിഗൃഹ്യ പിനാകധൃക് അക്ഷതേന ശരീരേണ തസ്തൗ ഗിരിവാചല. ഒരു മുഹൂർത്ത നേരം അർജുനൻ അമ്പുകൾ ഇങ്ങനെ ചൊരിഞ്ഞു. എന്നിട്ടും പിനാകമാണിയായിരിക്കുന്ന സാക്ഷാൽ മഹാദേവന് യാതൊരു കുലുക്കവും ഉണ്ടായില്ല. അദ്ദേഹം ആ അമ്പുകളെല്ലാം തന്നിലേക്ക് ആകർഷിച്ചെടുത്തു. മുറിവേൽക്കാത്ത ശരീരത്തോടു കൂടിയിട്ട് ഒരു മഹാപർവ്വതം പോലെ അർജുനന്റെ മുന്നിൽ ആ കാട്ടാളൻ തലയുയർത്തി നിന്നു. അർജുനൻ ഇതെല്ലാം കാണുകയാണ്. താൻ ഒരമ്പ ചെയ്താൽ മതി ഏതൊരു വലിയ മഹാവീരനും ഭൂമിയിലേക്ക് വീഴാൻ. ഇവിടെ അമ്പുകൾ കൊണ്ട് വർഷിച്ചിട്ടും ഈ കാട്ടാളൻ ഒരു കുലുക്കവുമില്ല. മോഖീഭൂതം ധനഞ്ജയ. ആ അമ്പുകളെല്ലാം നിഷ്ഫലമായി തീർന്നു എന്ന് കണ്ടിട്ട് ധനഞ്ജയൻ പരമം വിസ്മയം ചക്രേ, വളരെയേറെ അത്ഭുതപ്പെട്ടുപോയി. ഈ നിൽക്കുന്ന കാട്ടാളൻ ആര്? അയാൾക്ക് എന്റെ അമ്പുകളെ നിസ്സാരമായിട്ട് ഇങ്ങനെ സഹിക്കുവാനുള്ള ശേഷി എവിടെ നിന്ന് വന്നു എന്ന് അർജുനന്റെ മനസ്സിൽ തോന്നലുണ്ടായി. എന്ന് മാത്രമല്ല, സാധുതി ചബ്രവീത്, കൊള്ളാം എന്നിങ്ങനെ ആ കിരാതനെ അങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. നിനക്ക് നല്ല മികവുണ്ട്. ഈ ലോകത്തിൽ ആരും എന്റെ അമ്പുകൾ താങ്ങിയിട്ടില്ല.
നീ മിടുക്കൻ തന്നെ എന്ന് അർജുനൻ അങ്ങോട്ട് പറഞ്ഞു. നീയാകട്ടെ കാഴ്ചയ്ക്ക് അങ്ങേയറ്റം സുകുമാരമായിട്ടുള്ള കോമളമായ ശരീരത്തോടു കൂടിയവനാണ്. നീ ഹിമാലയത്തിൽ പാർക്കുന്നവനാണ് എങ്കിലും ക്ലേശമൊന്നും താങ്ങാൻ ശേഷിയില്ലാത്തതാണ് നിന്റെ ശരീരമെന്ന് ആർക്കും തോന്നും. എന്നിട്ടും ഗാണ്ഡീവമുക്താൻ നാരാജൻ പ്രതിഗൃഹാതി അവിഹ്വല. ഇത് സാധാരണ വില്ലിൽ നിന്ന് വരുന്നതായ നാരാജങ്ങളല്ല, അമ്പുകളല്ല. ഈ ലോകത്തിൽ അനേകം യുദ്ധങ്ങൾ ചെയ്ത ലോകപ്രശസ്തമായിരിക്കുന്ന ഗാണ്ഡീവത്തിൽ നിന്ന് വരുന്നതായ അമ്പുകളാണ്. അതിനെയെല്ലാം നീ സസന്തോഷം കൈക്കൊള്ളുന്നു. യാതൊരു വിഹ്വലതയും നിന്റെ മുഖത്തോ നിന്റെ വാക്കുകളിലോ നിന്റെ ചലനങ്ങളിലോ കാണുന്നില്ല. ഇങ്ങനെ പറഞ്ഞിട്ട് അർജുനൻ ചിന്തിച്ചു, ആരായിരിക്കാം ഇദ്ദേഹം? കോയം ദേവോ ഭവേത് സാക്ഷാത് രുദ്രോ യക്ഷ സുരേശ്വര. ആരായിരിക്കും ഇദ്ദേഹം? ഇദ്ദേഹം സാക്ഷാൽ രുദ്രനായിരിക്കുമോ, മഹാദേവനായിരിക്കുമോ, കൈലാസവാസിയായിരിക്കുമോ, അതോ യക്ഷന്മാരാരെങ്കിലും ആയിരിക്കുമോ, അതുമല്ലെങ്കിൽ ദേവന്മാരുടെ മുഴുവൻ അധിപതിയായിരിക്കുന്ന ഇന്ദ്രനായിരിക്കുമോ? ഞാൻ പല മഹാത്മാക്കളും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ മഹാപർവ്വതത്തില് ദേവന്മാര് പല അവസരങ്ങളിലും കൂട്ടം കൂട്ടമായിട്ട് വന്നു ചേരാറുണ്ട് എന്ന്. അവരുടെ സമാഗമം ഇവിടെ നടക്കാറുണ്ട്. അങ്ങനെ ഇവിടെ വന്നു ചേർന്ന ദേവന്മാരിൽ ആരെങ്കിലും ആയിരിക്കുമോ ഈ മുന്നിൽ നിൽക്കുന്ന കാട്ടാളൻ? കൂടെ നിൽക്കുന്ന ആ കാട്ടാളരെല്ലാം ആ ദേവന്മാർ തന്നെ ആയിരിക്കുമോ? അങ്ങനെ ഒരു സംശയം വരാനുള്ള കാരണം തന്റെ അമ്പുകളെ നിസ്സാരമാക്കി കളയുന്നു ആ കാട്ടാളൻ. ആ അവസരത്തില് ഇങ്ങനെ അർജുനൻ മുന്നിൽ നിൽക്കുന്നത് ദേവനാണോ, ഇനി പിനാകവാണിയായിരിക്കുന്ന സാക്ഷാൽ മഹാദേവൻ തന്നെയാണോ എന്നിങ്ങനെ സംശയിക്കുമ്പോൾ ആ കാട്ടാളനും അർജുനൻ ഇങ്ങോട്ട് പ്രയോഗിക്കുന്നത് പോലെ അതേ പ്രകാരത്തില് തീക്ഷ്ണങ്ങളായ അമ്പുകൾ അർജുനന്റെ പുറത്തും ചൊരിഞ്ഞു. അല്പനേരം കഴിഞ്ഞപ്പോഴേക്കും ആ കാട്ടാളന്റെ മായാശക്തി കൊണ്ട് അർജുനന്റെ ആവനാഴി ശൂന്യമായി. ഒരിക്കലും ശൂന്യമാകാത്ത, എപ്പോഴും അമ്പ് നിറഞ്ഞിരിക്കുന്നതായ ആവനാഴിയാണ് അർജുനന്റേത്. ആ ആവനാഴി ശൂന്യമായി തീർന്നു. അർജുനൻ അത്ഭുതപ്പെട്ടു, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന്. അർജുനൻ അവിടെ നിന്നുകൊണ്ട് ദേവന്മാരെ എല്ലാം സങ്കല്പിച്ചു. ഒഴിയാത്ത ആവനാഴി തനിക്ക് വരുണനിൽ നിന്നിട്ട് വാങ്ങി നൽകിയത് അഗ്നിഭഗവാനാണ്. അദ്ദേഹത്തെയും വിളിച്ചു. പക്ഷെ അവരാരും തന്നെ ആ അവസരത്തില് തന്റെ ഈ ബുദ്ധിമുട്ട് തീർക്കാനായിട്ട് എത്തുന്നില്ല. ഇനി എന്തു ചെയ്യും? ഏതായാലും വില്ല് കയ്യിലുണ്ട്. ആ വില്ലുകൊണ്ട് ഈ കാട്ടാളനെ പ്രഹരിക്കുക തന്നെ എന്ന് നിശ്ചയിച്ചിട്ട് അത്യധികം ഭീമാകാരമായിരിക്കുന്ന ഗാണ്ഡീവം എന്നുള്ള വില്ലുകൊണ്ട് ആ കാട്ടാളനെ പ്രഹരിക്കാൻ തുടങ്ങി. കാട്ടാളനും വിടുന്നില്ല. അതേ പ്രകാരത്തിൽ വില്ലുകൊണ്ട് അർജുനനെയും തല്ലുന്നു. അല്പ കഴിഞ്ഞപ്പോഴേക്കും തന്റെ കയ്യിലിരുന്ന വില്ല് ആരോ പിടിച്ചു വാങ്ങിച്ചതുപോലെ എങ്ങോട്ട് പോയി എന്ന് കാണുന്നില്ല. ഭഗവാന്റെ മായയാൽ ആ വില്ലും ഭഗവാന്റെ കൈക്കലായി. അത് ജടയിൽ ഒളിപ്പിക്കപ്പെട്ടു. ഇനി എന്തു ചെയ്യും? അർജുനൻ വാളൂരി ആ വാളുകൊണ്ട് ഭഗവാനെ ആക്രമിക്കാൻ തുടങ്ങി. ആ വാളുകൊണ്ട് ഓങ്ങി അദ്ദേഹത്തിന്റെ ശിരസിൽ വെട്ടുമ്പോഴേക്കും വാള് പല കഷണങ്ങളായിട്ട് നുറുങ്ങിപ്പോയി. ഇനി കയ്യിൽ വേറെ ആയുധങ്ങളൊന്നും തന്നെയില്ല. അതുകൊണ്ട് മരങ്ങൾ വീഴ്തു പ്രഹരിക്കുക തന്നെ. മരങ്ങൾ വീഴ്തു പ്രഹരിച്ചു. ആ കാട്ടാളനും അതേപോലെ മരങ്ങൾ പിഴുത് തിരിച്ചു പ്രഹരിച്ചു. ആ യുദ്ധം അവർ നേരിട്ട് നടത്തി. അത് കഴിഞ്ഞ് അർജുനൻ ഉരുക്കുപോലുള്ള തന്റെ മുഷ്ടികൾ കൊണ്ട് കാട്ടാളനെ താടിക്കാൻ തുടങ്ങി. ആ അവസരത്തിൽ ആ കാട്ടാളനും അതേ പ്രകാരത്തില് ഇരുമ്പുലൊക്കെ പോലെ ബലിഷ്ഠമായിരിക്കുന്ന കരങ്ങൾ കൊണ്ട് അർജുനനെയും താടിച്ചു. ആ കാട്ടാളന്റെ താടനമേറ്റിട്ട് അർജുനൻ ആകെ ചതഞ്ഞുപോയി.
തല്ലും ചവിട്ടും കൊണ്ടങ്ങ് എല്ലും പൊടിഞ്ഞു പിന്നെ പല്ലും കൊഴിഞ്ഞു മതമെല്ലാം ശമിച്ചു പാർത്ഥൻ വല്ലാതെ ഭൂമവ് വീണാൻ വിലാളിമാരിൽ മുമ്പൻ എന്ന് കിരാതം തുള്ളലില് നമ്പ്യാര് നമ്മെ പാടിക്കേൾപ്പിക്കും.